കൊച്ചിയിൽ നിന്ന് കിരൺ തുടരുന്നുണ്ട്. കിരൺ, ഈ ഓംപ്രകാശിനെതിരായ ലഹരി കേസിലാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ നടീനടന്മാരുടെ പേരുകൾ ഉൾപ്പെട്ടിരിക്കുന്നത്. DJ പാർട്ടികൾക്ക് വേണ്ടി ഇവർ ലഹരി മരുന്ന് കടത്തുന്നതിന് വേണ്ടിയിട്ടാണ് കൊച്ചിയിൽ ഇവർ മുറിയെടുത്തത് എന്നൊക്കെയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കൊച്ചിയിൽ നടക്കുന്ന DJ പാർട്ടികളിലും അതുപോലെ തന്നെ സിനിമാ ലൊക്കേഷനുകളിലുമൊക്കെ എക്സൈസ് വകുപ്പ് പരിശോധന നടത്തുമെന്നൊക്കെ ഇതിനു മുമ്പും പല സംഭവങ്ങൾ ഉണ്ടായപ്പോഴും പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ദൃശ്യ, ഈ സിനിമാ മേഖലയിലെ അല്ലെങ്കിൽ സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ശ്രീനാഥ് ബാസി അങ്ങനെയുള്ള ആളുകൾക്കെതിരായിട്ട് തന്നെ ആരോപണങ്ങൾ വരുന്ന ഒരു സമയത്ത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന് അറിയിച്ചിരുന്നത് ഈ ഷാഡോ പോലീസ് എത്തി സിനിമാ സെറ്റുകളിൽ പരിശോധന നടത്തും എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കിയിട്ട് പോലും വർഷങ്ങൾ പിന്നിടുന്നു. ഈ സമയത്ത് പോലും കൃത്യമായ ഒരു പരിശോധന ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പരിശോധന നടന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിപ്പോർട്ടൊന്നും തന്നെ പോലീസ് പുറത്തുവിടാതെ പൂഴ്ത്തി വെച്ചിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള അറിവുകളോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പലപ്പോഴും സിനിമാ സെറ്റുകളിൽ പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ടാവാം. എന്നിരുന്നാൽ പോലും ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതായിട്ട് ഒരു അറിവ് ലഭിച്ചിട്ട് പോലീസ് ഒരു നടപടി എടുക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇത്രയും ഒരു കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു ഗുണ്ട നടത്തുന്ന DJ പാർട്ടിയിലേക്ക് ഇവർ നേരിട്ട് എത്തുന്നത് എന്ന് വേണം വിലയിരുത്തേണ്ടത്. കാര്യം ഇത് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഈ പരിപാടിയിലേക്ക് വരുമ്പോൾ പോലും ഇവർക്ക് ഒരു തരത്തിലുള്ള ഭയമില്ല. ഇവർ ബുക്ക് ചെയ്യുന്നത് അടക്കമാണെങ്കിൽ വലിയ ഹോട്ടലുകളിൽ, പ്രത്യേകിച്ച് കൊച്ചിയിൽ സിനിമാ താരങ്ങൾ വന്നു പോകുന്നതായിട്ടുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് ഈ DJ പാർട്ടി നടക്കുന്നത്. ഏതായാലും ഇന്നലെ തന്നെ കൊച്ചിയിൽ ഒരു വലിയ DJ പാർട്ടി നടന്നിരുന്നതാണ്. ഈ പരിപാടി സ്ഥലത്തേക്കടക്കം വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഈ ലഹരി മരുന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പോലെ ഓംപ്രകാശ് നിരവധി തവണ ഇങ്ങനെ ലഹരി മരുന്ന് എത്തിച്ചിട്ടുണ്ട്. ഈ സംഘങ്ങളിൽ പലർക്കും ഇതുമായി വലിയൊരു ബന്ധമുള്ള ആളുകളാണ്. ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഷിഫാസ് ഓംപ്രകാശിൻ്റെ കൂട്ടാളിയാണ്. ഈ ഒന്നാം പ്രതിയായിട്ടുള്ള ഷിഫാസിന് ഇതിൽ വലിയ ബന്ധങ്ങളുണ്ട്.